പിന്നെ നീ ഇത് നോക്കി ഇരിക്കുവാണോ? മിണ്ടാതെ ആ ഗ്ലാസ് കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കോ, കൊണ്ട് ഡസ്റ്റ്ബിനിലിട്. ശരി, ചെയ്യാം. മതി, വാ പോവാം. അനിക, എനിക്ക് അവളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവുന്നല്ലോ. സാർ, അനുജ് സാറ് വീണ്ടും 1 കോടി രൂപ വേണമെന്നാ പറയുന്നത്, അനിക ബേബിയുടെ സ്കൂളിങ്ങിന് വേണ്ടി. എന്താ? ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെലവുണ്ടാവോ? അവരവളെ നല്ലപോലെ നോക്കുന്നുണ്ടല്ലോ അല്ലേ? അതോ കാശിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഈ വീട്ടിൽ നിന്റെ താമസത്തിനും ആഹാരത്തിനൂടെ എന്തുമാത്രം ചെലവുണ്ടെന്ന് അറിയോ നിനക്ക്? മര്യാദക്ക് ജോലി ചെയ്തില്ലെങ്കിൽ നീ വിചാരിക്കുന്ന അവസ്ഥയായിരിക്കില്ല. നിനക്ക് പിന്നെ അത് താങ്ങാൻ പറ്റില്ല. ആ പിന്നെ, ഇത് നിനക്കുള്ള ഡ്രസ്സാ. ഇത് പോയിട്ടിട്ട് വേഗം റെഡിയായി വാ. നിന്റെ ഡമ്മി അച്ഛനുണ്ടല്ലോ, അയാൾ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആണോ? അച്ഛനും കൂടി വരുന്നുണ്ടോ? ഹാ, അയാള് നിന്നോട് എന്തെങ്കിലും ചോദിച്ചാലേ നീ അയാളോട് പറയണം നീ ഇവിടെ വളരെ സന്തോഷത്തിലാണെന്ന്, കേട്ടോ? അല്ലെങ്കിൽ ഞാൻ നിന്റെ ജീവിതം നരകമാക്കും, പറഞ്ഞേക്കാം. വേഗം പോയി റെഡി ആയിക്കേ. പിന്നെ നിന്റെ ഈ കയ്യിലുള്ള മുറിവെന്താന്ന് ചോദിച്ചാലേ അത് നീ തന്നെ പോയി എവിടെങ്കിലും വീണതാന്ന് പറഞ്ഞേക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ നിന്റെ ആ മുത്തശ്ശിയുടെ അവസാനത്തെ അടയാളം നശിപ്പിച്ചു കളെ. ഇല്ല, ഞാനൊന്നും അങ്ങനെ പറയില്ല. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഞാൻ അതുപോലെ തന്നെ ചെയ്തോളാം.